നാളെയല്ലേ ഡോക്ടറെ കാണിക്കേണ്ടത്? അതിനിടയ്ക്ക് അത് മറന്നു. നമുക്ക് രാവിലെ 9 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോവാം. ഇന്നലെ രാവിലെ ഞാൻ ആസ്പത്രിയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ ടെസ്റ്റാണ് അവർ പറയാന്ന് ആരോട് ചോദിക്കുക. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നോക്കേണ്ടി വരും. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് അവര് പറയുന്ന കേൾക്കുക തന്നെ. രാവിലത്തെ ഇൻസുലിൻ എടുത്തിരുന്നോ? അത് മറക്കണ്ട. ഇല്ലില്ല, ഇൻസുലിൻ എടുത്ത ശേഷമാ ഇവിടെ വന്നിരുന്നത്. ഇനി മേത്തൊന്നും കുത്താൻ സ്ഥലമില്ലാണ്ടായി ഗിരിജെ. എന്താ ചെയ്യ? അതൊന്നും കാര്യാക്കണ്ട, സുഖമില്ലാഞ്ഞിട്ടല്ലേ. ഈ ഇൻസുലിൻ കൊണ്ടൊക്കെ എന്തൊക്കെയാ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ആർക്കറിയാം. മരുന്ന് കമ്പനികള് അവർക്ക് പൈസ ഉണ്ടാക്കാല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. എന്താ ചെയ്യപ്പോ? ഇതൊക്കെ വാങ്ങി നമ്മളെ പേടി കൊണ്ട് നമ്മൾ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നു. അല്ല, നിങ്ങളൊന്ന് നടക്കാൻ പോയിരുന്നോ? നടക്കാനൊക്കെ പോയി, പക്ഷെ അധികം നടന്നൂടാ. അവിടെയൊക്കെ നായ്ക്കളാ. അതെങ്ങാൻ കടിച്ചാ അതിനും ഇഞ്ചക്ഷൻ വേണ്ടി വരും. അല്ലേ തന്നെ മേത്ത് കുത്താൻ സ്ഥലമില്ലാണ്ട് കളിക്കാം. നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് നടന്നാ പോരെ സന്തോഷട്ടാ. വീട്ടിൽ നടന്ന ഒരു സുഖം കിട്ടൂല. പുറത്തിറങ്ങി നടന്നാ 4 ആൾക്കാരെയും കാണാം, ഓരോടൊക്കെ 2 വർത്താനവും പറയാം. അതാണ് ഒരു രസം. മനസ്സിലായില്ലേ? ഇയാൾക്ക് വേറെ പണിയൊന്നും ചെയ്യും. കോയേതാ വരുന്നേ. ഓ, ഇന്ന് ബീച്ചിന്റെ വഴിയിലൂടെയാണ് നടന്നത്. അതുകൊണ്ട് പുതിയ കുറെ ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. കൊറേ വർത്താനൊക്കെ പറഞ്ഞു. മനസ്സിന് നല്ല സുഖാന്ന്. എടോ, നടത്തം മാത്രല്ല, ആളുകളോട് സംസാരിക്കുമ്പോ മനസ്സിന്റെ ഒരു സന്തോഷവും ഭയങ്കരമാണല്ലോ. അപ്പൊ നമ്മുടെ സൂക്കേടുകളൊക്കെ തന്നെ മാറിപ്പോവും. മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുമ്പോഴേ. അത് സന്തോഷമായിട്ട് പറഞ്ഞാൽ ശരിയാ. നല്ല ആളുകളെ കാണുമ്പോ മനസ്സിന് നല്ലൊരു സുഖം. തീർച്ചയായിട്ടും. ഇപ്പൊ നിന്റെ പറമ്പ് കച്ചവടവും റിയൽ എസ്റ്റേറ്റും ഒക്കെ എങ്ങനെ നടക്കുന്നു? അതൊക്കെ വളരെ മോശമാണ്. ഓഹോ, ഇപ്പൊ പിന്നെ OLX ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളതാണല്ലോ. എന്തെല്ലാം അത് നോക്കി അറിഞ്ഞൂടാ ചേട്ടാ. എടോ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലോ, സ്വയിപ്പാക്കല്ല സന്തോഷേട്ടാ. വല്ലപ്പോഴൊക്കെ ഒരു ബിസിനസ് കിട്ടും. പിന്നെ മോൻ പൈസ അയക്കുന്നതുകൊണ്ട് അല്ലല്ലോ അലറ്റില്ലാതെ കഴിഞ്ഞു പോകുന്നു. പിന്നെ നമുക്ക് അത്ര വലിയ ചെലവും കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ സൂക്കേട് എന്തെങ്കിലുമൊക്കെ വന്നാലാണ് ബേജാറ്. പ്രത്യേകിച്ച് സൂക്കേടൊന്നും തരില്ല പൊന്നു തമ്പുരാനെ.